ചങ്ങായിമാരെ, ആദ്യം തന്നെ കേരള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശന് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും. ഒരു കാര്യം മൂപ്പരോട് അതേ പറയട്ടെ, നിങ്ങൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയും, മോശം ചെയ്താൽ നല്ലോണം മോശം പറയും, അത് ഉറപ്പാണ് കേട്ടാ. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുരുവോട്ടെന്ന് ആയിരിക്കാന്നറിയാം, കേരളത്തിലെ സംഖ്യക്ക്, ചാണക സംഖ്യക്ക്. അതിന് ചാണക സംഖ്യകൾ കുറ്റം പറഞ്ഞാലേ അറിയാം, കേരളത്തിലെ മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും. അതായത് ഇനി കേരളം ഉണ്ടല്ല, മുസ്ലിങ്ങൾ ഭരിക്കും, ഇസ്ലാം രാഷ്ട്രമാകും കേരളം എന്നാണ് ഈ സംഖ്യകൾ അടിച്ചു വിടുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ല, മുസ്ലിങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഈ സംഖ്യകൾ ചൊറിച്ചിലും കുത്തിത്തിരിപ്പില്ലേ, അത് കാണുമ്പോ സത്യത്തിലുണ്ടല്ല ചിരിയാണ് വരുന്നത്. എന്തായാലും നമുക്ക് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം ഉരുപൊട്ടിയ ചാണക സംഖ്യന്റെ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള സംഖ്യകളെ അവരുടെ കുറച്ച് പോസ്റ്റുകൾ വായിച്ചാലോ. നമുക്ക് ആദ്യം തന്നെ സംഖ്യയുടെ എല്ലാമായ എപ്പോഴും കുരുപൊട്ടുന്ന മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും കുരുപൊട്ടുന്ന നമ്മളെ വിശകലമാണല്ലേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയിൽ ആകെ ചൊറിഞ്ഞ് ആകെ കുരുപൊട്ടിയിട്ട ആദ്യത്തെ പോസ്റ്റ് ഒന്ന് വായിച്ചാലോ. ശശികല ടീച്ചർ, ഓർമ്മയില്ലേ, മര്യാദക്ക് ജീവിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങണമെന്ന് തന്നെ. കാലത്തിന്റെ ചുമരെഴുത്തുകൾ വ്യക്തമാണ്, അത് വായിക്കണം, പഠിക്കണം, നിരാശനാകാനല്ല, പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ. സംഘടിച്ചതുകൊണ്ട് സംഘടനയല്ല, ശക്തമാകേണ്ടത് സമൂഹമാണ്. ഐകമത്യം മഹാബലം. എന്റെ വിശകലമാണ്, ഈ കേരളത്തിൽ മര്യാദക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങലാവുക? മര്യാദക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നല്ലേ. അപ്പൊ വിശകലമാടം പറഞ്ഞത് നിയമമൊന്നും നോക്കാതെ, നിയമമൊന്നും അനുസരിക്കാതെ ജീവിക്കണം എന്നാണോ? എന്താണ് വിശകലമാടം? വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്ക് നിങ്ങളെ തലയിൽ മൊത്തം ഉണ്ടല്ല, തലയിൽ മൊത്തം ഓളായി പോയാ. വിശകലമാടുണ്ടല്ല, ഒരു പോസ്റ്റ് നല്ല ഇട്ടത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയ ശേഷം ഉണ്ടല്ല, ഒരു മണിക്കൂറിനുള്ളിൽ 10-15 പോസ്റ്റാണ് നമ്മളെ വിശകലമാടം ഒറ്റയടി കിട്ടത്. എല്ലാ പോസ്റ്റിലും ഉണ്ടല്ല ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാം, മുസ്ലിം വിരോധം. അത് മാത്രം. ഞാൻ ഈ പോസ്റ്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ആദ്യം എന്താണെന്നറിയാം, എല്ലാം കൂടി കുഞ്ഞാലിക്കുട്ടിയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അങ്ങനെയാണ് നമ്മൾ വിശകലമാടത്തിന് മൊത്തം കുരുപൊട്ടിട്ടുള്ളത്. ഇനി ഇതൊന്നും കണ്ടിട്ടില്ല കേരളത്തിലെ ക്രിസ്ത്യാനികളുണ്ടല്ല, നിങ്ങൾ അങ്ങനെ സന്തോഷിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്കും നമ്മളെ വിശകലമാടല്ല ഒരു ചെറിയ പണിയുന്നുണ്ട്, അതും കൂടി വായിക്കാം. വയള് സുവിശേഷ സ്പെഷ്യലിസ്റ്റായ കേരള മുഖ്യമന്ത്രി ആശംസകൾ. ഇനി എന്തെല്ലാം വിജ്ഞാനങ്ങൾ പുറത്തു വരാൻ കിടക്കുന്നു, അത്തരം എല്ലാ വിജ്ഞാനങ്ങൾ കൂടി മുൻകൂട്ടി അഭിനന്ദനങ്ങൾ. കണ്ടല്ലോ, എല്ലെങ്കിലേ ഉണ്ടല്ല തമിഴ്നാട്ടിൽ ജോസഫ് വിജയനെ മുഖ്യമന്ത്രിയാക്കിയില്ലേ, വിശകലമാണത്തിനുണ്ടല്ല ആകെ ചൊറിച്ചിലും ആകെ കുരുവോട്ടിലായിട്ട് ആകെ വയ്യാണ്ടിരിക്കുകയെന്ന്. അതിന്റെ ഇടയിലാണ് ഈ പ്രഖ്യാപനം കൂടി. മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള ഈ പ്രഖ്യാപനം കൂടി. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശകലമാടത്തിന്റെ കുരു പൊട്ടാതിരിക്കുക? എന്റെ വിശകലമാടം കേന്ദ്രത്തിലുണ്ടല്ല ബി.ജെ.പി. ഭരണത്തിൽ വന്നപ്പം ലോകത്തുള്ള മൊത്തം സന്യാസിമാരല്ലേ, ഹിന്ദു സന്യാസിമാരെ കൂട്ടിയാണ് അവിടെ സത്യപ്രതിജ്ഞ നടന്നത്. അപ്പോഴൊന്നും നമ്മളെ വിശകലമാടത്തിന് ഒരു കുരു പോലും പൊട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴെങ്ങനെയാണ് കുരു പൊട്ടുന്നത്? ഇനി നമുക്കുണ്ടല്ലോ അടുത്തതായിട്ട് വേറൊരു കുരുപൊട്ടൽ കാണാം. അത് വേറെ ആരുമല്ല, പൂഞ്ഞാലിൽ നിന്ന് ജനങ്ങള് കണ്ണം വഴി ഓടിച്ച നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസല്ലേ പി സി ജോർജിന്റെ മനോഹരമായ കുരുപൊട്ടൽ ഒന്ന് കേട്ടാലോ. പൂഞ്ഞാലിലെ പി സി ജോർജ്, ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും താഴെയാട എം.എൽ.എമാരും SNDPയും NSSും ജനവികാരം മാനിച്ചാണെന്ന് വിശ്വസിക്കുന്ന പ്രബുദ്ധരോട് കർണാടകയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒന്നും ഹൈക്കമാൻഡ് ചെവി കൊടുക്കാത്ത ജനവികാരത്തിന് കേരളത്തിൽ മാത്രം ചെവി കൊടുത്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും പി സി ജോർജ് എഴുതിയതല്ല. പി സി ജോർജാണ് എഴുതിയതെങ്കിലല്ല ഇങ്ങനെയൊന്നല്ല വരുക. പി സി ജോർജാണ് ഇത് എഴുതിയതെങ്കിലല്ല അവിടെ ഇവിടെ മായും പൂയും ഒക്കെ കൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊരിക്കലും പി സി ജോർജിന്റെ എഴുത്തല്ല. ഇനി പി സി ജോർജ് ആണ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പറയുന്ന പച്ച വർഗീയതല്ലേ, അതൊക്കെ പൂഞ്ഞാല ജനങ്ങള് ചെവിയിൽ എടുത്തതുകൊണ്ടാണ് നിങ്ങളുണ്ടല്ല ഇപ്പൊ MLA ഒന്നുമല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുണ്ടല്ല ഒരു പാഠവും പഠിച്ചിട്ടില്ല, നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലേ? ഒരിക്കലും നന്നാൻ പാടില്ല. നിങ്ങളുടെ ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഒരിക്കലും നന്നായി പോവല്ലേ. ഇവർ രണ്ടാളി വർത്താനം കേൾക്കുമ്പോഴല്ല, വിശകലമാടത്തിന്റെ പി സി ജോർജിന്റെ വർത്താനം കേൾക്കുമ്പോൾ ബി.ജെ.പി. ആണ് കേരളത്തിൽ ജയിച്ചു തോന്നുന്നു. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും പറ, ആരെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കേണ്ടതെന്ന്. ഒരു കാര്യം ചെയ്യാം, പി സി ജോർജിന്റെ മകനുണ്ടല്ല 8 നിലയെ പൊട്ടിയ ഷോൺ ജോർജ്, ഓനെ നമുക്ക് മുഖ്യമന്ത്രി ആക്കിയാലോ? അങ്ങനെ ആയിക്കഴിഞ്ഞില്ലേ പൂഞ്ഞാല ജോർജിന് സന്തോഷമാകുമോ? ജോർജ് ഏട്ടാ സന്തോഷമാകുമോ? 8 നിലയിൽ ജനങ്ങൾ അപ്പനെയും മോനെയും പൊട്ടിച്ചിട്ടും ഒരു മാറ്റും ഈ രണ്ടെണ്ണത്തിനും ഒരു മാറ്റമില്ല. ഇനി നമുക്കല്ല അടുത്തതായിട്ട് ആരുടെ കുരുവോട്ടല കേൾക്കാമെന്നറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാണെന്നറിയാം, വെള്ളാപ്പള്ളി നടേശന്റെ അതിമനോഹരമായ കുരുവോട്ടൽ കേട്ടാലോ. ലീഗ് സമ്മർദ്ദം ഭരണത്തിലുണ്ടാകും, എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയാം. എന്റെ വെള്ളാപ്പള്ളി നടേശ, ഇത്രമാത്രം സമ്മർദ്ദം ഉണ്ടല്ല നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എന്റെ വെള്ളാപ്പള്ളി നടേശ, നിങ്ങളുണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയത പറഞ്ഞതിന്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് കോൺഗ്രസ് ഉണ്ടല്ല 102 സീറ്റുമായിട്ട് ഇപ്പൊ അധികാരത്തിലേറിയിട്ടുള്ളത്. അതിനെപ്പറ്റി വെള്ളാപ്പള്ളി നടേശന് ഒരു ധാരണയില്ലല്ലേ. ഇതേ സമ്മർദ്ദം ഉണ്ടല്ല ഇനി 5 കൊല്ലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. സത്യം പറഞ്ഞിട്ടല്ല, മുസ്ലിം ലീഗ് ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി വെള്ളാപ്പള്ളി നടേശന
വെള്ളാപ്പള്ളി നടച്ചിട്ടുണ്ടല്ല പൂവിട്ട് പൂജിക്കണം. അതായത് കേരളത്തിൽ വി ഡി സതീശൻ അല്ലാതെ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി ആകാനുണ്ടെങ്കിൽ, അതായത് UDF-നെ വിജയിപ്പിച്ചത് ഇത്രയും വലിയ പങ്കുള്ള വേറെ ആരെങ്കിലും ഉണ്ടല്ലേ, അത് നമ്മളെ വെള്ളാപ്പള്ളി നടേശനാണ്. ഇവിടെ നമുക്ക് വെള്ളാപ്പള്ളി നടേശന തൽക്കാലം ആ മൂലക്കേക്ക് ഇരുത്താം. എന്നിട്ടുണ്ടല്ല വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നമ്മളെ പ്രതീക്ഷ വിശ്വനാഥാണല്ലേ, അണ്ണന്റെ ഒരു കുരുപൊട്ടലുണ്ട്, ഒരു 1.5 കുരുപൊട്ടല്. അതൊന്ന് കേട്ടാലോ? പ്രതീഷ് വിശ്വനാഥൻ പറയുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുൻപിൽ മുട്ടുകുത്തി കോൺഗ്രസ്, ഇനിയും ജിഹാദികൾ നിയന്ത്രിക്കുന്ന ഭരണമായിരിക്കും കേരളത്തിൽ. പ്രതീക്ഷണനുണ്ടല്ല കുറ്റം പറഞ്ഞ് യാതൊരു കാര്യമില്ലട്ടാ. കാരണം പ്രതീക്ഷണനുണ്ടല്ല ഒരു രോഗമുണ്ട്, ആരും അറിയാത്തൊരു രോഗം. ഒരു ദിവസം ഉണ്ടല്ല ഒരു 10 പ്രാവശ്യമെങ്കിലും മുസ്ലിമിനെ കുറ്റം പറഞ്ഞെങ്കിൽ അണ്ണനുണ്ടല്ല അണ്ണന് ശ്വാസം കിട്ടൂല. ശ്വാസം കിട്ടാതുണ്ടല്ല അണ്ണനുണ്ടല്ല അന്തരിച്ചു പോകും. ഒരു 1.5 അന്തരിച്ചു പോകും. അതുകൊണ്ട് മൂപ്പരുടെ ഈ ചൊറിച്ചൽ രോഗം ഉണ്ടല്ല, ഈ രോഗം മാറ്റാൻ വേണ്ടി കേരളത്തിലെന്നല്ല ലോകരാജ്യത്ത് എവിടെയും ഒരു മരുന്നും കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് ഈ അണ്ണന്റെ ചൊറിച്ചൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കുണ്ടല്ല അടുത്തതായിട്ട് NSSന്റെ സുകുമാരൻ നായരല്ലേ, മൂപ്പരുടെ ഒരു കുരുപൊട്ടൽ കണ്ടിട്ട് വന്നല്ലോ നമ്മളെ നായരുടെ അടിപൊളി ഒരു കുരുപൊട്ടലി. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. ഇത് വളരെ കഷ്ടമായിപ്പോയി. ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ സുകുമാരൻ നായരാണ് എന്താ വിചാരിച്ചെന്നറിയാം. BJP കേരളത്തിൽ അധികാരത്തിൽ വരും, ഇനി BJPയുടെ ഒരു നായറില്ലേ, ആ നായർ മുഖ്യമന്ത്രിയാകുന്നാണ് നമ്മളെ സുകുമാരൻ നാരായണൻ വിചാരിച്ചത്. ആ സംഭവം നടക്കാത്തതിന്റെ അതിന്റെ ചൊറിച്ചിലുണ്ടല്ല, ആ ചൊറിച്ചിലാണ് നമ്മളെ നാരായണൻ ഇപ്പം കാണിച്ചത്. അതുമാത്രമല്ല VD സതീശനല്ല നമ്മളെ നായർക്കണ്ടല്ല കണ്ണെടുത്താ കണ്ടുകൂടാ. നമ്മളെ ചെന്നിത്തലി ആയിരുന്നെങ്കിൽ നമ്മളെ സുകുമാരൻ നായർക്ക് ഇത്ര ചൊറിച്ചിൽ ഉണ്ടാവില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിനെ പ്രഖ്യാപിച്ച ശേഷം ഉണ്ടല്ല ഏറ്റവും കൂടുതൽ കുരുവോട്ടിലുണ്ടായത് നമ്മളെ സംഖ്യക്ക് മാത്രം. സത്യം പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരുടെ വർത്താനം കേട്ടതൊന്നും BJPക്കാണ് കേരളത്തിലുള്ള ഭൂരിപക്ഷം കിട്ടിയത്. എന്നിട്ട് അവര് പറയുന്നത് കേൾക്കാതെ വേറൊരാളെ മുഖ്യമന്ത്രി ആക്കിയതാണ് ഈ സംഖ്യയുടെ കുരുവോട്ടൽ കാണുമ്പോൾ തോന്നുക. നമ്മളെ സംഖ്യയുടെ ഇമാതിരി കുരുവോട്ടലുണ്ടല്ല ഇനി അങ്ങോട്ട് 5 വർഷം നമുക്ക് കേട്ടേ പറ്റൂ. എന്തൊക്കെ ആയതുകൊണ്ടല്ല സംഖ്യയുടെ കുരുവോട്ടലായതുകൊണ്ടല്ല അത് കേൾക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രി ആയെന്ന് കേട്ടപ്പോ കുരുവോട്ടിയ എല്ലാ സംഖ്യക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.